കൂട്ടുകാർക്ക് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭാനുമതി മുത്തശ്ശിയോട് പ്രകാശം പറയണം. എന്താ അമ്മ കരുതിയിരിക്കുന്നത്? എനിക്ക് മാറ്റം സംഭവിച്ചെന്നോ? ഒരിക്കലും ഇല്ല, എനിക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടതും ഭാനുമതി പറഞ്ഞു, എടാ ദുഷ്ടാ, അപ്പൊ ഇത്ര സമയം നിന്റെ അഭിനയമായിരുന്നു അല്ലേന്ന് ചോദിക്കാം. പിന്നെ എനിക്ക് അഭിനയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നെ എന്റെ മോനെയൊക്കെ തകർക്കാൻ ശ്രമിച്ചവൾ അവളോടും അവനോടും ഒക്കെ എനിക്ക് പെട്ടെന്ന് അങ്ങ് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. തക്കം കിട്ടിയ ഞാൻ വെറുതെ വിടത്തില്ല ഒന്നിനെന്ന് പറയണം. ഇത് കേട്ടതും ഭാനുമതിയും പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിന്റെ നാശത്തിന് വേണ്ടി ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന ഈ ഞാനായിരിക്കും, ഈ പെറ്റമ്മയായിരിക്കും പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞ പെണ്ണിന്റെ മഹത്വം എന്താന്ന്. അത് പക്ഷേങ്കിൽ നിനക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഒരിക്കൽ നീ തിരിച്ചറിയുന്നൊരു ദിവസം വരും. പക്ഷെ അത്രയും നാൾ വരെ ചിലപ്പോൾ ഞാൻ കാത്തിരുന്നൊന്നും വരത്തില്ല. ഇനി നീ ഇതുപോലത്തെ പരിപാടിയായിട്ട് ക്രൂരതയായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ മകനാന്ന് പോലും ഞാൻ കരുതില്ല. നിന്നെ ഞാനായിരിക്കും കൊന്നു കളയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമതി അമ്മ അങ്ങോട്ടേക്ക് പോവാണ്. പ്രകാശന് ദേഷ്യം വന്നു, കട്ടക്കലിപ്പായി. ഇത്രയും കാലം തന്നോടൊപ്പം ചേർന്ന് അമ്മയെ ഒറ്റ ദിവസം കൊണ്ട് അമ്മയ്ക്ക് എന്തുമാത്രം മാറ്റങ്ങളാണ് ഉണ്ടായേക്കുന്നത് എന്നൊക്കെ പ്രകാശം പറഞ്ഞിട്ട് പ്രകാശനും അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് താര കല്യാണ്ടി വീടിന്റെ സിറ്റൗട്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അപ്പുറം സരയു ജനലിൽ കൂടെ നോക്കുക. അവള് വന്ന് എഴുന്നള്ളി ഇരിക്കുന്ന കണ്ടില്ലേ, മനുഷ്യനെ സമനില തെറ്റിക്കാൻ വേണ്ടിയിട്ട്. ഈ പോക്കിനങ്ങ് ചെന്ന് അങ്ങോട്ട് കൊന്നു കളഞ്ഞാലോ എന്നൊക്കെ വിചാരിക്കുവാണ്. അപ്പോഴേക്കുമാണ് ദീപ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അല്ല, ഇതെന്താ താര ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇവിടെ എങ്ങാനും വന്ന് നിൽക്കണ്ട. അവളെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിലോ അവളുടെ കൈ വല്ല തോക്കും കാണും. ദൂരെ നിന്നാണല്ലോ അവളെ ചിലപ്പോൾ ഷൂട്ട് ചെയ്തെന്ന് വരുമെന്ന് പറയാം. അങ്ങനെ അങ്ങോട്ട് കൊല്ലുവാണെ കൊല്ലട്ടെ എന്ന് താര പറയണ്. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവളുടെ ദുഷ്ടതരത്തെക്കുറിച്ച് അറിയാവുന്നല്ലേ, മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനും ഏതിനും മടിക്കാത്തവളാന്ന് പറയണം. അപ്പോഴേക്കും കല്യാണിയും കിരണും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. എന്താ രണ്ടുപേരും കൂടെ? അല്ല, ഞാൻ പറയുമായിരുന്നു താരോട് ഇവിടെ സിറ്റൗട്ടിലൊന്നും വന്നിരിക്കണ്ട. അവളുടെ സ്വഭാവം ആയതുകൊണ്ട് അവള് വന്ന് കൊല്ലാനും മടിക്കില്ലാന്ന്. അവള് ഷൂട്ട് ചെയ്താലും മതിയില്ലോ എന്ന് പറയാ. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അത് ശരിയാ ആന്റി, ആന്റി ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങി വന്ന് ഇരിക്കണ്ടെന്ന് പറയാ. അത് അപകടമാ, അത് ശരിയാവുന്ന കാര്യമല്ല എന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണിന്റെ ഫോണിലേക്ക് കോൾ വരുവാണ്. ദേ അമ്മൂമ്മയാണല്ലോ വിളിക്കണേന്ന് പറയാം. പിന്നീട് കോൾ എടുത്ത്, പറയാം അമ്മൂമ്മ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഭാനുമതി അമ്മ ചോദിച്ചു, അല്ല മോൾക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമല്ലേ നീക്കണം? അതെ, എനിക്കും കിരണേട്ടനും ഇത് കുഴപ്പമില്ല. അതെ മോളെ, ഞാനിവിടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നാ. ഇത്രയും കാലം മോളോടും മോനോടും ഒക്കെ ഞാൻ ദുഷ്ടതരല്ലേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേങ്കില് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വഴിപാടുകളും നടത്താൻ വേണ്ടി വന്നാ. അവിടെ വെച്ച് ആ പ്രകാശനെ കണ്ടു, എന്റെ മകനുണ്ടല്ലോ അവനെ ഞാൻ കണ്ടു. അവൻ ചില വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടാ പോയിരിക്കുന്നേ. മോനെ മോളെ കൊല്ലൂന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാ പോയിരിക്കുന്നേ. ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാട്ടോ. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ, അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിച്ചു വേണം പാലെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല അമ്മൂമ്മേ, ഞാൻ അതൊക്കെ നോക്കിക്കോളാന്ന് പറയണം. അമ്മൂമ്മയ്ക്ക് സുഖമല്ലേ നിൽക്കും? എനിക്ക് സുഖം, മോളുടെ കൃപ കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. എന്നാ ശരി, ഞാൻ വെക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്ത് വെച്ചപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, അമ്മൂമ്മ വിളിച്ചിട്ട് പറഞ്ഞെന്താണെന്നറിയോ, എന്റെ അച്ഛൻ എന്ന് പറയുന്ന ദുഷ്ടനെ കണ്ടെന്ന്. അയാൾ എന്തൊക്കെയോ ഗൂഢതന്ത്രങ്ങളും മെനയുന്നുണ്ടെന്ന് അമ്മൂമ്മയുടെ അടുത്ത് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് അമ്മൂമ്മ വിളിച്ചു പറഞ്ഞ് ഒന്ന് സൂക്ഷിക്കണോന്ന്. ഇത് കേട്ടപ്പോൾ ദീപ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, എന്തൊക്കെയോ ഗൂഢതന്ത്രങ്ങൾ അവിടെ കരുതുന്നുണ്ടെന്ന്. ഒരു കാരണവശാലും അത് പാടില്ല. ദേ നിങ്ങൾക്ക് അപകടം ഉണ്ടാവും, നിങ്ങളിപ്പോ പുറത്തേക്ക് പോകണ്ടെന്നറിയാം. കിരൺ പറഞ്ഞു, അങ്ങനെ പേടിച്ചകത്ത് കയറിക്കാൻ പറ്റുന്ന കാര്യമാണമ്മേ, നമ്മുടെ ജോലികളൊക്കെ നമുക്ക് ചെയ്യണ്ടേ. അവരെന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട താര പറഞ്ഞ് സൂക്ഷിക്കണം എന്ന് പറയാം. ആന്റി വിഷമിക്കണ്ട, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞു, കിരണേട്ടാ ഒന്നും ചെയ്യാൻ മടിക്കാത്തവനല്ല ആ വിക്രം എന്ന് പറയുന്നവന്. അവൻ എന്തിനും ഏതിനും മുൻപന്തി നിൽക്കുന്നവനാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു കണ്ടാൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം. അന്നോർത്ത് നീ പേടിക്കണ്ട, കയറാൻ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാ. ഈ സമയത്ത് ദീപ പറഞ്ഞു, എന്റെ ഭഗവാനെ ഒരാപത്തിൽ ഉൾപ്പെടുത്താതിരുന്നാൽ മതിയായിരുന്നു. ആ സമയം വിക്രം എന്ത് ചെയ്യാണ്, വിക്രം തന്റെ കൂട്ടാളികളെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എവിടെ വെള്ളം തപ്പിത്തെറിഞ്ഞു, എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. എപ്പോഴും ഒരു കണ്ണ് നമ്മുടെ അവരുടെ ഒപ്പം ഉണ്ടായിരിക്കണം. ആ കിരണിന്റെയും കല്യാണിന്റെയും കൂടെ. കിരൺ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സരുവിന്റെ കോള് വരുന്നത് വിക്രത്തിന്. വിക്രം ആ കോൾ എടുക്കുകയാണ്. കോളെത്തിയപ്പോൾ സരു പറഞ്ഞു, അവനും അവളും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയണം. ആണോ? അങ്ങനെയാണെങ്കിൽ കമ്പനിയിലേക്കായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം. പിന്നീട് തന്റെ ഫ്രണ്ട്സിനോട് നിർദ്ദേശം നൽകുകയാണ്, നേരെ വിട്ടോ, അവൻ എങ്ങോട്ടാ പോണേന്ന് നോക്കണം, എവിടെ എത്തിയെന്ന് അറിയണം, എങ്ങനെയൊക്കെ പറയണം. അങ്ങനെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ അവര് നാനാ വഴിക്കും പോവാണ്. ഈ സമയം കിരൺ നേരെ
കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വരുവാണ്. അവിടെ കാർത്തിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കയറി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവനെ ഫോളോ ചെയ്ത് വിക്രം അയച്ചൊരു ഗുണ്ട വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിക്രത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇവിടെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലുണ്ടെന്ന് പറയണേ. ഇവിടെയോ? ഇവിടെ എന്താ കാര്യം? ഇതേ ഇവിടെ ഒരുത്ത് കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറയണം. അവിടെ ആരാ? കല്യാണി നിപ്പുണ്ടോന്ന് ചോദിക്കും. കല്യാണി ഉണ്ടോ? കല്യാണിയല്ല, നിന്നെ തേച്ചിട്ട് പോയി വേറൊരുത്തുണ്ടല്ലോ, നിന്റെ വേറൊരു പെങ്ങള്, അവളെന്ന് പറയണു. ഓ കാർത്തിക, കൊള്ളാം, പൊളിച്ചു. അന്ന് അവിടെ തന്നെ നിന്നോ. എന്റെ രണ്ടുപേരും എന്റെ ശത്രുക്കളാ. രണ്ടുപേരും ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്ന് പറയണം. പിന്നീട് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്ത് കിരൺ ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കിരൺ കാർത്തികയുടെ അടുത്തേക്ക് കയറി ചെല്ലുവാണ്. പിന്നീട് കാർത്തിക കിരണെ കണ്ടപ്പോൾ പറഞ്ഞു, ദേ ഇങ്ങനെ പോവാണ്, അധികം വൈകാതെ തന്നെ പണി തീരുമല്ലേന്ന് ചോദിക്കുക. അത് ഉറപ്പായിട്ടും തീരും. ആ അങ്ങനെയാണ് വിഷുവിന് ആ സമയത്ത് കയറിക്കൂടാൻ പറ്റുമല്ലോ. അതിനെന്താ, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണ. അല്ല എന്താ കാണണമെന്ന് പറഞ്ഞ്. അത് പിന്നെ എനിക്ക് കിരണോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം. കല്യാണി സുഖമായിട്ടിരിക്കുന്നതല്ലെന്ന് ചോദിക്കണം. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്ന പറയണം. ഞാനും എൻ്റെ അമ്മയെ വലിയൊരു പ്രശ്നത്തിൽ പോയി പെട്ടിരിക്കുമെന്ന് പറയണം. പ്രശ്നത്തില്ല, എന്ത് പ്രശ്നം? അതുണ്ട്, അതൊരു വലിയ കാര്യമാണ്. അല്ല അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അമ്മയും കൂടെ വരണ്ട. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര പേടിയാ. അതുകൊണ്ടാ പിന്നെ അമ്മേനെ കൂടെ കൊണ്ടാത്ത. ഒന്നാമത്തെ കാര്യം അമ്മയ്ക്ക് വയ്യാതിരിക്കുമല്ലേന്ന് ചോദിക്കും. അത് ശരി, മനസ്സിലായി. അല്ല കാര്യം എന്താന്ന് ചോദിക്കുവാണ്. അത് പിന്നെ കാര്യങ്ങളൊക്കെ പറയാം, പക്ഷെ അത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് പറയാന്ന് പറയാണ്. എന്നാൽ ശരി നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകണം. അപ്പോൾ കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞ് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാർത്തിക പറഞ്ഞു, അറിഞ്ഞു കഴിയുമ്പോൾ കിരൺ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. കാരണം കിരൺ കേൾക്കാൻ പോകുന്ന കാര്യം അത്ര നിസ്സാര കാര്യമൊന്നും എന്ന് പറയണം. കിരൺ പറഞ്ഞു, എന്ത് കാര്യം വേണം വന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ഭാര്യ കല്യാണന്റെ കാര്യം അറിയാലോ. അവള് പെട്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ചക്രവ്യൂഹത്തിലാണ്. അതിൽ നിന്ന് അവളെ രക്ഷിച്ച് ഞാൻ കൊണ്ടു നടക്കണം. അപ്പൊ പിന്നെ ഇതൊക്കെ എനിക്ക് നിസ്സാരമായിരിക്കും. ഇനി കേൾക്കാൻ പോകുന്ന കാര്യം, കാർത്തിക് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയണത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേനും വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അയ്യോ വണ്ടി കേടായല്ലോ, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അനങ്ങുന്നില്ലോ എന്ന് പറയണം. കാർത്തിക് പറഞ്ഞു, എന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ വന്നപ്പോൾ തന്നെ ഈ അവസ്ഥയായിരിക്കും. മൊത്തം ശകനപ്പിഴകണാണല്ലോ. ഇത് കേട്ടതും കിരണം പറഞ്ഞു, അപ്പൊ അത്രയ്ക്ക് വലിയ സീരിയസ് ആയിട്ട് കാര്യമല്ലേ, അതുകൊണ്ടായിരിക്കും വണ്ടി പോലും കേടായതല്ലേ എന്ന് പറയണം. അതേന്ന് പറയണം. എന്നാൽ ശരി ഒന്നിറങ്ങി നോക്കാന്ന് പറഞ്ഞുകൊണ്ട് കിരൺ എൻ്റെ ബോണിറ്റൊക്കെ പോയി ഇറങ്ങി നോക്കുവാണ്. ഒന്നും മനസ്സിലാവുന്നില്ല എന്ത് പറ്റിയെന്ന്. ഈ സമയത്ത് അവരെ ഫോളോ ചെയ്ത് വന്ന് ഒരുത്തനുണ്ടായിരുന്നു. അവൻ നേരെ വിക്രത്തിന്റെ സെല്ലിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതെ വണ്ടി കേടായി, ആശാൻ പറഞ്ഞോളെ തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെയാന്ന് പറയണം. വണ്ടി കേടായില്ലേ, അങ്ങനെയാണ് അവന്മാരോടെ കിടക്കട്ടെ. അപ്പൊ അവന്മാരായിരുന്നു വണ്ടി കേടാക്കിയ ആൾക്കാര്. അവന്മാരവിടെ കിടച്ചാലും കിടക്കട്ടെ എന്ന് പറയണം. പിന്നീട് വിക്രം തന്റെ ഗുണ്ടകളെ വിളിച്ചിട്ട് വേണ്ടത് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുവാണ്. ഈ സമയത്ത് കിരൺ പറഞ്ഞു, അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഏതെങ്കിലും വണ്ടി വരുവാണെങ്കിൽ വർക്ക്ഷോപ്പിൽ പോവാ, അല്ലെ വർക്ക്ഷോപ്പുകാരെ വിളിക്കുക, എന്തെങ്കിലും ചെയ്യാന്ന് പറയണം. അങ്ങനെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഒരു വാൻ അങ്ങോട്ട് വന്നേനെ. വാനിനകത്ത് കുറച്ച് പേരും കൊണ്ട് ഇറങ്ങി വന്നിട്ട് കിരണിന്റെ അടുത്തേക്ക് എന്നിട്ട് എന്ത് പറ്റി സാറേന്ന് ചോദിക്കുവാണ്. വണ്ടി ഒന്നും ബ്രേക്ക് ഡൗൺ ആയി. അല്ല സാർ ആർ എസ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD അല്ലേ നിൽക്കും? അതെ. എന്നെ മനസ്സിലായോ? ഞങ്ങളുടെ വർക്ക്ഷോപ്പ് പണിത് തന്ന സാറാന്ന് പറയണം. ഓ ഞാൻ ഓർക്കണില്ല, മറന്നു എന്ന് പറയണം. അല്ല എന്താ കംപ്ലൈന്റ് ചോദിച്ചാൽ അറിയില്ല. എന്നാൽ ശരി ഞാൻ നോക്കാം, ഞങ്ങളൊരു വേറൊരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അപ്പൊ അത് നോക്കാൻ വേണ്ടി പോകുന്ന വഴിയാന്ന് പറയണം. എന്നാൽ ശരി നോക്കാൻ പറയണം. അങ്ങനെ അവന്മാര് വന്ന് ബോണറ്റൊക്കെ തുറന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒമിനിക്കകത്തുനിന്ന് വേറൊരുത്തിനെ ഇറങ്ങി. അവന് വലിയ കമ്പിയുടെയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നേ. അങ്ങനെ അത് വന്നിട്ട് അതും എടുത്തുകൊണ്ട് വന്ന് കിരണിന്റെ തലക്കിട്ട് അടിക്കാനായിട്ട് അങ്ങോട്ട് ഓങ്ങുകയാണ്. കിരണിന്റെ തലയ്ക്ക് അടിക്കാൻ പറ്റുന്ന കിരൺ പെട്ടെന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയത്. ഇങ്ങനെ കമ്പിയോടെയും കൊണ്ട് അടിക്കാൻ വരുന്ന കിരൺ കണ്ടു. പെട്ടെന്ന് കിരൺ അങ്ങോട്ട് കുനിഞ്ഞു കൊടുക്കുകയാണ്. അടി അങ്ങോട്ട് പാളിപ്പോയി, ജസ്റ്റ് അങ്ങോട്ട് വീശിപ്പോയി. പിന്നെ അവിടെ ഒരു സംഹാര താണ്ഡവം തന്നെയായിരുന്നു നടന്ന. അവസാനം ഗുണ്ടകളെല്ലാം കൂടെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട്. ഗുണ്ടകൾക്ക് പിടിച്ചിരിപ്പില്ലാതെ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതെല്ലാം കണ്ട് കാർത്തിക് ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യാണ്, ഒരുത്തനെ ഇങ്ങോട്ട് പിടിച്ചു. സത്യം പറയടാ എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് ട്യൂബ് എടുത്തിട്ട് അവന്റെ തലക്കിട്ട് അടിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇതാരെ നിന്നെക്കൊണ്ട് ചെയ്യിച്ചെന്ന് ചോദിക്കാം. സരയുമാടാ വന്ന് പറയണം. ഓഹോ അങ്ങനെയാ. അവനെ അങ്ങോട്ട് വിട്ടു. അവൻ ജീവനം കൊണ്ട് ഓടിപ്പോവാണ്. പിന്നീട് നേരെ കാർത്തികയുടെ അടുത്തേക്ക് വരുവാണ്. കാർത്തിക ഒരു നിമിഷം ഞാൻ പേടിച്ചു പോയി കിരണേ, എന്താ സംഭവിക്കുന്നത് പോലും എനിക്ക് മനസ്സിലായില്ലെന്ന് പറയാം. എന്തിനാ പേടിക്കണേ? പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലോന്ന് പറയണം. എന്നാലും എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ? ഒന്നുമില്ല. ഇതാരാ ചേച്ചെന്നറിയാം, ആ സരയുവാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അല്ല നമ്പറുണ്ടോ സരുവിന്റെ കയ്യിൽ നിൽക്കുക? ഇല്ല, ഞാൻ അവളെ വിളിക്കാറില്ലോ എന്ന് പറയും. എന്നാ കാര്യങ്ങൾ എളുപ്പമായി. പെട്ടെന്ന് കിരൺ തന്റെ ഫോണിനകത്തും സരുവിന്റെ നമ്പർ എടുക്കുകയാണ്. അവൾക്കൊട്ടൊരു പണി കൊടുക്കാന്ന് പറയണം. പിന്നീട് സരുവിന്റെ നമ്പറിലേക്ക് വിളിക്കുക. ഈ സമയം സരു ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കിരണിന്റെ മരണവാർത്ത കേൾക്കാനായിട്ട്. പിന്നീട് കിരൺ സൗണ്ട് മാറ്റി പറഞ്ഞു, അതെ സംഗതി ഏറ്റിട്ടുണ്ട് കേട്ടോ മാഡം, കിരൺ മരിച്ചു പോയെന്ന് പറയണേ. കിരണെ തീർത്തോ?
അവനെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞെന്ന് പറയണം. ഇത് കേട്ടപ്പം അവിടെ കിടന്ന് തുള്ളി ചാടാനായിട്ട് സരുവിന് തോന്നിയത്. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല മാഡം, എല്ലാ കാര്യങ്ങളും ഓക്കെ എന്ന് പറയാൻ എന്നും പറഞ്ഞ് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. ഈ സമയം സരി ഓർത്ത്, രക്ഷപ്പെട്ട എൻ്റെ ഭഗവാനെ, ഇത്രയും നല്ല അവസരം വേറെ കിട്ടാനില്ല. പിന്നീട് കിരൺ നേരെ കാർത്തികയുടെ അടുത്തേക്ക് നിന്നപ്പോൾ കാർത്തിക പറഞ്ഞു, അല്ല എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കണം. അവളല്ലേ ഇതിന്റെ പിന്നില്, അവൾ ഇത്തിരി സന്തോഷിക്കട്ടെ, അതിന് വേണ്ടിയിട്ട് ഞാൻ അവൾക്കൊട്ടൊരു പണി കൊടുത്താന്ന് പറയാണ്. ഇനിയാണ് ഞാൻ കളിക്കാൻ പോകുന്നത് എന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.